റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഗർഭഛിദ്രം ചെയ്യാൻ യുവതിയെ ഭീഷണിപ്പെടുത്തിയും അപേക്ഷിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഗർഭഛിദ്രം ചെയ്തില്ല എങ്കിൽ തന്റെ ജീവനം തകരുമെന്ന് രാഹുൽ പറയുന്നു. പീഡനത്തിനിരയായ യുവതിക്ക് നേരെ അസഭ്യം പറഞ്ഞും MLA പ്രതികരിക്കുന്നുണ്ട്. പീഡനത്തിന് ഇരയായ യുവതിയെ കൊല്ലാനും മടിയില്ല എന്ന് രാഹുൽ പറയുന്ന ഓഡിയോ സന്ദേശമാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുന്നത്. എന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്റെ അർത്ഥത്തിലാണ്. തന്റെ പെർമിഷൻ ലെവലിൽ താൻ ആലോചിക്കാത്തോണ്ടാ പറയുന്നത്. കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ പറയുന്നത്. തന്നെ കൂടെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലോ. അത് താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. താൻ എങ്ങനെ ഇടോ സ്വാഭാവികമല്ലേ? താനിപ്പോ തന്നെ പറ്റി മാത്രമല്ല ആലോചിക്കുന്നത്. അല്ല, ഒരിക്കലുമല്ല 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 താൻ എന്നെ പറ്റി ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുക്കുന്നത്? തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ. പറയ് ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തേലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ, കേട്ടോ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. 10 വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു പോട്ടെ, താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് താൻ ഇങ്ങനെ പഠിക്കുന്നു. അതുണ്ടായതിനു ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയുന്ന എനിക്കറിയാം. സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്നല്ല സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത്, അതൊന്നും തനിക്കറിയില്ല. എനിക്ക് തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം. അത് മാത്രം. ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അത് എന്റെ സ്നേഹമാണ്, തന്റെ പോലത്തെ സ്നേഹമല്ല. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും.